ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു 4-5 ദിവസത്തോളമായി നമ്മൾ കണ്ടിട്ടല്ലേ, കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു DIY പ്ലാനർ ഫോർ കിഡ്സ്. അതായത് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ആ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാനും ഡീറ്റെയിൽ ആയിട്ടെല്ലാം മറക്കാതെ എഴുതി വെച്ച് ഒന്ന് വിലയിരുത്താനും നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലാനറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു നോട്ട്ബുക്കും, പിന്നെ പെൻസിൽ, പേന, സ്കെയിൽ അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ കുറച്ച് സ്കെച്ച് പെൻസും ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അത്രയുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ബുക്ക് കവറും കൂടി കാണിക്കുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ കളർ പേപ്പേഴ്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതുപോലുള്ള പ്ലാനർ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനൊക്കെ കിട്ടും. എത്ര റേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള, പാരൻസിന്, ഓഫീസിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ വീട്ടമ്മമാർക്കോ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2020 തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. കുറേ പേരപ്പോൾ പുതിയ വർഷത്തേക്കുള്ള 2021 ഒരു പ്ലാനർ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ചെയ്താൽ മതി. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരത് കണ്ടു നോക്കിയാൽ മതി. പാരൻസിന് വേണ്ടിയിട്ടുള്ള പ്ലാനർ അതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബുക്ക് കവർ ഉണ്ടാക്കാം. ഞാനൊരു ഹലോ കിറ്റി മോഡലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പുസ്തകത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. അതിനുശേഷം ഒരു വൈറ്റ് പേപ്പറിൽ നമ്മുടെ ഹലോ കിറ്റീനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ നമ്മൾ ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കുക. ഇവിടെ നമുക്ക് റെഡ് കളർ കൊടുക്കാം, ഇവിടെ യെല്ലോ. ഇനി ഇതും നമുക്ക് നമ്മുടെ ബുക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനടിയിലായിട്ട് നമുക്ക് ഹലോ കിറ്റിനെ എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഒട്ടിക്കുകയോ എന്താ ചെയ്യാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് പെയിന്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇവിടെ എല്ലാവരുടെയും ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെയിന്റില്ലെങ്കിൽ കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ബുക്ക് കവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു ഹലോ കിറ്റി മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ വേറെ 2-3 തീമിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ഒരു വാട്ടർമെലൺ തീമിൽ, പിന്നെ മിക്കി മൗസിന്റെ, അതുപോലെ തന്നെ മിനിയുടെ തീമിൽ, ഈ 3 തീമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്നും കണ്ടു നോക്കിക്കോ. അതും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉൾഭാഗത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു 2 പേജ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ പേജിൽ നമ്മൾ ആ ഒരു വർഷത്തെ 2020-2021 ഒരു പ്ലാനറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ബോർഡറൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബോർഡർ ഡിസൈൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അതിൽ നമുക്ക് ഇഷ്ടമായത്, നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നതൊക്കെ സെലക്ട് ചെയ്തിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും നല്ലൊരു കോട്ടും കൂടി അവിടെ എഴുതി വെക്കാം. നമുക്ക് എപ്പോഴും കാണുമ്പോൾ നമ്മളെ പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ചെയ്യണ എന്തെങ്കിലും വാചകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പേജ് നമ്മൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്കെച്ച് പെൻ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് കളർ പെൻസിൽസോ അല്ലെങ്കിൽ ക്രയോൺസോ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതേപോലെയൊക്കെ നിങ്ങൾ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഈ സ്കെച്ച് പെൻ വെച്ച് കളർ ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് പെട്ടെന്ന് തന്നെ പടരും. അപ്പോൾ കാണാനായിട്ടൊരു വൃത്തി ഉണ്ടായിരിക്കില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ ഈ ബുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ സ്കെച്ച് പെൻ യൂസ് ചെയ്തതിൻ്റെ ഒരു കുഴപ്പം അവിടെ കാണാനുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് പേജ് നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അവിടെയും ഞാനൊരു ചെറിയൊരു കാർട്ടൂൺ പോലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും എഴുതാനാണ് സെക്കൻഡ് പേജ്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ. അതായത് ഈ ഒരു പേജിൽ നമ്മൾ എഴുതുന്നത് ആ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ എയിംസ്, നമ്മുടെ ഗോൾസ്, നമ്മുടെ അസൈൻമെന്റ്സ്, അതൊക്കെയാണ്. ആ ഒരു വർഷം നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം, നമുക്ക് എന്തൊക്കെ അസൈൻമെന്റ്സ് തന്നിട്ടുണ്ട്, അത് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പേജിൽ ഉൾക്കൊള്ളിക്കാം. വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേജസ് ആവശ്യം വരും. അപ്പോൾ അതിനനുസരിച്ച് നോക്കി ചെയ്യാം കേട്ടോ.
നെക്സ്റ്റ് പേജും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജാണ്, അതായത് എക്സാം റിവ്യൂ. നമ്മുടെ ആ ഒരു വർഷത്തെ നമ്മുടെ എല്ലാ സബ്ജക്റ്റിന്റെ മാർക്കും അതിനെ കുറിച്ചുള്ള ഒരു നോട്ട്, നമ്മുടെ ഒരു വിലയിരുത്തലുണ്ടാവുമല്ലോ, അതും കൂടി എഴുതി വെക്കാനാണ് അടുത്തൊരു പേജ്. ഇത് നമുക്ക് സെമിസ്റ്റർ വൈസ് ആയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ സബ്ജക്റ്റ്, മാർക്ക്, നോട്ട് അങ്ങനെ ഒരു 3 കള്ളികൾ മാത്രമേ തിരിച്ചിട്ടുള്ളൂ. ഇപ്പം എൻ്റെ മോളാണെങ്കിൽ UKG-യിലാണ്, അപ്പോൾ അവർക്ക് ഇത്രയൊക്കെ ആവശ്യം വരുള്ളൂ. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഓരോ സെമിസ്റ്റർ വൈസിന് ഓരോ കള്ളികൾ കൊടുക്കുക. സെമിസ്റ്റർ 1, 2, 3 അങ്ങനെ പറഞ്ഞിട്ട് കള്ളികൾ കൊടുത്തിട്ട് ആ കള്ളികളിൽ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വിലയിരുത്തലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു വർഷത്തെ മുഴുവനും നമ്മുടെ മാർക്കൊക്കെ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് നമ്മുടെ ആ ഒരു വർഷത്തെ കലണ്ടറാണ്. 2020-21 വർഷത്തെ കലണ്ടറാണ്. അത് നമ്മൾ ജൂൺ മുതൽ മാർച്ച് വരെയുള്ളതാണ് ഞാനിതിൽ എഴുതിയിരിക്കുന്നത്. ആ ഒരു അധ്യയന വർഷം എന്ന് പറയുന്നത് അത്രയ്ക്കാണല്ലോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുകളൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ നോട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. അവിടെയും നമുക്ക് എന്തെങ്കിലും പോയിന്റ് ചെയ്ത് വെക്കണമെങ്കിൽ, ഓർമ്മിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കണമെങ്കിൽ അവിടെ എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു വർഷത്തേക്കുള്ളത് ഞാൻ ഇത്രയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഓരോ പേജസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമ്മൾ ഓരോ മന്ത് വൈസ് ആയിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തുടങ്ങുന്നത് സെപ്റ്റംബർ ആണല്ലോ, അതിന് മുമ്പത്തെ നമുക്കിനി ചെയ്യേണ്ട ആവശ്യമില്ല. സെപ്റ്റംബർ മാസത്തെ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതാണ് ഇനി അടുത്ത പേജ്. അപ്പോൾ ഫസ്റ്റ് പേജ് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, സെപ്റ്റംബർ 2020 എന്ന് പറഞ്ഞാൽ. അതിന്റെ അടുത്ത പേജിൽ ആ ഒരു മാസത്തെ കലണ്ടറും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഈ കലണ്ടർ കുറച്ച് വലുതായിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ഡേറ്റിലും എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കലണ്ടർ ഇത്തിരി വലുതായി വരയ്ക്കാം കേട്ടോ. അടുത്ത പേജിൽ നമ്മൾ എഴുതേണ്ടത് മന്ത്ലി ഗോൾസ് ആണ്. ആ ഒരു മാസത്തേക്കുള്ള നമ്മുടെ എക്സാംസോ അല്ലെങ്കിൽ പ്രൊജക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു മാസം ചെയ്യാനുള്ളത്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാനുള്ളതാണ് ഈ മന്ത്ലി ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ ഓരോ മാസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മളെ വിലയിരുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറക്കാതെ കാര്യങ്ങൾ ചെയ്യാനും ഈ ഒരു ഭാഗം നമ്മളെ സഹായിക്കും. അപ്പോൾ ആ ഒരു മാസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി വയ്ക്കാം. നെക്സ്റ്റ് പേജ് മൂഡ് ട്രാക്കർ ആണ്. അതായത് ഈ ഒരു മാസത്തെ നമ്മുടെ എല്ലാ ദിവസത്തെയും എന്താ പറയുക, നമ്മുടെ ഒരു മൂഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ ഡേറ്റും അവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ ഡേറ്റിൻ്റെയും അടിയിൽ ഓരോ സ്റ്റാറും വരച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റാർ തന്നെ ആവണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഏറ്റവും അടിയിൽ ഞാൻ ഒരു 4 സ്റ്റാർ 4 കളർ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ്, ഗുഡ്, നോട്ട് ബാഡ്, ലേസി, ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റാറിനും ഓരോ കളറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് നമ്മൾ നോക്കുക നമ്മുടെ അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു, ഗുഡ് ആയിരുന്നോ, ബെസ്റ്റ് ആയിരുന്നോ, അതോ ലേസി ആയിരുന്നോ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റാറിനും കളർ കൊടുക്കാം. അപ്പം നമുക്ക് നമ്മൾ തന്നെ ഒന്ന് എന്താ പറയുക, ഓരോ മാസം കഴിയുമ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു മാസം എന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മൂഡ് ട്രാക്കർ. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ നല്ലൊരു എൻ്റർടൈനിങ് ആയിരിക്കും കേട്ടോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എഴുതി വയ്ക്കലാണ്. അപ്പോൾ നമ്മൾ ഇതാ കണ്ടില്ലേ, ഓരോ കള്ളികൾ വരച്ചിട്ട് ഓരോ ദിവസത്തെ ഡേറ്റുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പ്ലാനർ ഉണ്ടാക്കുന്നത് ഏത് ഡേറ്റിലാണോ ആ ഡേറ്റ് തൊട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ഓരോ ദിവസത്തെയും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കിടക്കാൻ നേരത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ടിക്ക് ചെയ്ത് വെക്കുക, നെക്സ്റ്റ് ദിവസത്തേക്കുള്ളത് എഴുതി വെക്കുക. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ കിട്ടാനായിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇനി വീക്ക്ലി പ്ലാനിങ്, വീക്ക്ലി കോൾസ് അങ്ങനെയൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അതും കൂടി പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്ര മാത്രം മതിയായിരിക്കും. ഇതിൽ തന്നെ നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ച് എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ച് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാ ഡേറ്റുകളും എഴുതി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനത്തെ പേജിൽ, അതായത് ഈ ഒരു മാസത്തെ ഏറ്റവും അവസാനത്തെ പേജിൽ നമ്മൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു മാസത്തെ ഫുൾ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ വിട്ടുപോയി, ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനാണ് ഈ ഒരു പേജ്. അപ്പോൾ ഈ ഒരു മന്ത് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്ലാനർ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും, പാരൻസിനും കുട്ടികൾക്കും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും